ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ മൊഡ്യൂൾ 6 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്, വളരെ സിമ്പിളാണ്, എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. സോ നമ്മളിപ്പോൾ ജെനറ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു ജനറേഷനിൽ നിന്ന് മറ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്താണ്? DNA ആണ്. ഓക്കെ, ഈ DNA എവിടെയാണ് കാണുന്നത്? ഇൻ ദ ക്രോമസോംസ്. ഓക്കെ, നമ്മൾ മൈറ്റോസിസ് മിയോസിസിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ജീൻസ് ഒക്കെ എവിടെയാണ് കാണുന്നത്? ക്രോമസോമിന് ലോക്കസ്, സ്പെസിഫിക് ലോക്കസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സെൽ ബയോളജിയിൽ വി സ്റ്റഡീഡ് അബൌട്ട് ഡിഫറെന്റ് സെൽ ഓർഗനൽസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്. ഇവർക്ക് ഓട്ടോണോമസ് സെൽ ഓർഗനൽസ് ആണ്, അതായത് അവർക്ക് സ്വന്തമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് അതുപോലെ തന്നെ അവർ അടുത്ത ജനറേഷനിലേക്ക് അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരുപാട് ഇൻഫോർമേഷൻസ് ആ രീതിയിലും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പം നമ്മൾ അങ്ങനെ വിളിക്കുന്ന ട്രാൻസ്മിഷനാണ് എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ്. വൈ സൈറ്റോപ്ലാസ്മിക്? ബിക്കോസ് ദീസ് ഓർഗനൽസ് ആർ പ്രസന്റ് ഇൻ സൈറ്റോപ്ലാസം. ഓക്കെ, so all eukaryotic genes are not exclusively seen in the chromosomes and they are transmitted to next generation. Okay, some genes are confined to self-duplicating cell organelles. ഏതൊക്കെയാണ്? മൈറ്റോകോൺട്രിയ, കൈനറ്റോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ. അപ്പോൾ ഇവരുടെ ഇൻഹെറിറ്റൻസ് സൈറ്റോപ്ലാസത്തിൽ കൂടെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ക്രോമസോംസ് എവിടെയാണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ക്രോമസോംസ് ഉള്ളത്. അപ്പോൾ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് ആണ് അവിടെ, അല്ലെങ്കിൽ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ആണ് യൂഷ്വൽ ഉള്ളത്. പക്ഷെ അതല്ലാതെ എക്സ്ട്രാ ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസും ഉണ്ട്. ഓക്കെ, സച്ച് എക്സ്ട്രാ ക്രോമസോമൽ അല്ലെങ്കിൽ എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസിന് നമ്മൾ പ്ലാസ്മ ജീൻസ് എന്ന് പറയും. ഇപ്പൊ മൈറ്റോകോൺട്രിയയിൽ സ്വന്തമായിട്ട് DNA ഉണ്ട്, അപ്പൊ അതിനകത്ത് ചില ജീൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് മൈറ്റോ ജീൻസ് എന്ന് പറയും. ക്ലോറോപ്ലാസ്റ്റിലെ ജീൻസ് നമ്മൾ പ്ലാസ്റ്റോ ജീൻസ് എന്ന് പറയും. ഇതെല്ലാം ഈ മൈറ്റോ ജീൻസും പ്ലാസ്റ്റോ ജീൻസും എല്ലാം നമ്മൾ പ്ലാസ്മ ജീൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവരുടെ ഇൻഹെറിറ്റൻസിന് നമ്മൾ പറയുന്നതാണ് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ നോൺ ക്രോമസോമൽ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ്. അപ്പൊ ഈ പേരുകളൊക്കെ വളരെ ക്ലിയർ ആണ്. ഇറ്റ്സ് നോട്ട് ക്രോമസോമൽ, എക്സ്ട്രാ നോൺ ക്രോമസോമൽ, എക്സ്ട്രാ ന്യൂക്ലിയർ. ഓക്കെ, സോ മൈറ്റോകോൺട്രിയയുടെ ആ ജീൻസിന് നമ്മൾ മൈറ്റോ ജീൻസ് എന്ന് പറയും. ക്ലോറോപ്ലാസ്റ്റിന്റെ ജീൻസ് എന്ത് പറയുന്നത്? പ്ലാസ്മ ജീൻസ് എന്ന് പറയും. സോറി, പ്ലാസ്റ്റോ ജീൻസ് എന്ന് പറയും. രണ്ടിനെയും കൂടെ നമ്മൾ പറയുന്നതാണ് പ്ലാസ്മ ജീൻസ്. ഓക്കെ, സോ ദ സം ടോട്ടൽ ഓഫ് പ്ലാസ്മ ജീൻസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ജെനറ്റിക് സിസ്റ്റം ഓഫ് യൂക്കാരിയോട്ടിക് ഓർഗാൻസ് നമ്മൾ പ്ലാസ്മോ ടൈപ്പ് എന്ന് പറയും, എല്ലാം കൂടെ. ഓക്കെ, so the plasmotype and karyotype of an organs together constitute this genotype. Okay, and ഈ chromosomal inheritance അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ DNA എന്ന് പറയുന്നത് ആക്ച്വലി മോസ്റ്റ്ലി മെൻഡേലിയൻ ആണ്. നമുക്ക് എല്ലാം മെൻഡേലിയൻ നമുക്ക് പറയാൻ പറ്റില്ല, ഇറ്റ്സ് മോസ്റ്റ്ലി മെൻഡേലിയൻ. പക്ഷെ ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നോൺ മെൻഡേലിയൻ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ബൈ പാരന്റൽ ആണ്. അതായത് ഇപ്പം ഫാദറും മദറും ഈക്വൽ ഗമിറ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് ഗമിറ്റ്സിലേക്ക് അത് കൊടുക്കും. പക്ഷെ ഈ മെറ്റേണൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് വരുന്നത് മെയിൻലി യൂണി പാരന്റൽ ആണ് അല്ലെങ്കിൽ മെറ്റേണൽ ആണ്. ഓക്കെ, മെയിൻലി മെറ്റേണൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മെറ്റേണൽ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസും കൂടെ നമ്മൾ പറയാറുണ്ട്. ഇനി അടുത്തത് നമുക്ക് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണി പാരന്റൽ ആണ്, കൂടുതലും മെറ്റേണൽ ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം രണ്ട് ഗമിറ്റ് ഉണ്ട്, മെയിൽ ഗമിറ്റും ഉണ്ട്, ഫീമെയിൽ ഗമിറ്റും ഉണ്ട്. ഇപ്പൊ ഫീമെയിൽ ഗമിറ്റ് എന്ന് വെച്ചാൽ എഗ് ആണ്. അപ്പൊ എഗിന്റെ സൈറ്റോപ്ലാസമാണ് അവിടെ ഉള്ളത്. ഈ മെയിൽ ഗമിറ്റ് സൈറ്റോപ്ലാസ്മിക് കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പം സൈറ്റോപ്ലാസം അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയ ഒക്കെ ആക്ച്വലി ആ എഗിന്റെ സൈറ്റോപ്ലാസത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ കൂടുതലും മെറ്റേണലാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ റെസിപ്രോക്കൽ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ക്രോമസോംസിൽ
നമ്മളിപ്പോൾ ഈ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിന്റെ റെസിപ്രോക്കൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് റിസൾട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, ക്രോമസോമൽ ആ ഒരു രീതിയിലല്ല നമുക്ക് കിട്ടുന്നത്. ഇൻ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിൽ നമ്മളുടെ മെന്റേലിയൻ സെഗ്രിഗേഷൻ ആബ്സെന്റ് ആണ് ഫ്രം F2 ജനറേഷൻ ഓൺവേർഡ്സ്. ഓക്കെ, കാര്യം നമ്മൾ എന്താ മെന്റേലിയൻ സെഗ്രിഗേഷൻ, അതായത് ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലേ, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൽ മെയിൽ ഫാദറും ഗെമിറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യും, മദറും ഗെമിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും, രണ്ടും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യും അലീൽസുകളൊക്കെ അല്ലേ. അങ്ങനെയൊന്നും നമുക്ക് സൈറ്റോപ്ലാസത്തിൽ ഇല്ല. കാര്യം ഇത് ഒരു വൺ പാരന്റിൽ നിന്ന് മാത്രമാണ് ഈ പ്ലാസ്മ ജീൻസ് വരുന്നത്. ഈ പ്ലാസ്മ ജീൻസ് ക്യാരക്ടറിസ്റ്റിക്കലി എക്സിബിറ്റ് സൊമാറ്റിക് സെഗ്രിഗേഷൻ ഡ്യൂറിങ് മൈറ്റോസിസ്. ഓക്കെ, ക്രോമസോമൽ ജീൻസിൽ നമുക്ക് ഒരിക്കലും ഈ സൊമാറ്റിക് സെഗ്രിഗേഷൻ മൈറ്റോസിസിൽ കാണില്ല. പക്ഷെ പ്ലാസ്മ ജീൻസ് ദേ വിൽ എക്സിബിറ്റ് സൊമാറ്റിക് സെഗ്രിഗേഷൻ. ആൻഡ് ഈ ഒരു മെറ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി പെർസിസ്റ്റന്റ് ആണ്. ഓക്കെ, ദേ പെർസിസ്റ്റന്റ്, ഇഫക്റ്റ് ഈസ് പെർസിസ്റ്റന്റ്. നെക്സ്റ്റ് ഇസ് മെക്കാനിസം ഓഫ് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ്. ആക്ച്വലി സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് 2 മേജർ ഇവന്റ്സുകളുണ്ട്. ഒന്ന് ട്രാൻസ്മിഷൻ ഓഫ് സ്റ്റോർഡ് പ്രൊഡക്റ്റ് ഓഫ് ന്യൂക്ലിയർ ജീൻസ്. എന്തൊക്കെ സ്റ്റോർഡ് പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇറ്റ് ക്യാൻ ബി DNA, mRNA, പ്രോട്ടീൻസ് ഒക്കെയാണ്. ഓക്കെ, പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് സെൽഫ് ഡ്യൂപ്ലിക്കേറ്റിംഗ് സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽസ്, അതായത് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഇവർക്കൊക്കെ സെൽഫ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതും അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസോടെ. അപ്പൊ ഈ സ്റ്റോർഡ് പ്രൊഡക്റ്റ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഫീമെയിൽ പാരന്റിൽ നിന്ന് എഗ്ഗിലേക്ക്. സോ അപ്പൊ അതിന് നമ്മൾ വിളിക്കുന്നതാണ് മെറ്റേണൽ ഇഫക്റ്റ്. ഓക്കെ, ആക്ച്വലി മെറ്റേണൽ ഇഫക്റ്റ് ചിലപ്പം ഈ ന്യൂക്ലിയർ ജീൻസ് ഡോമിനേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ന്യൂക്ലിയർ ജീൻസ് എക്സ്പ്രസ് ചെയ്തുണ്ടാക്കുന്ന പ്രോട്ടീൻസ് ആയിരിക്കാം ഈ സൈറ്റോപ്ലാസ്റ്റിക് കൂടെ പോകുന്നത്. ഓക്കെ, നമ്മൾ ഷെൽ കോയിലിംഗ് ഒക്കെ പഠിക്കും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസും ക്രോമസോമൽ ഇൻഹെറിറ്റൻസിനും തമ്മിൽ ഒരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിന്റെ ജീൻസ് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസിലാണ് കാണുന്നത്. ഏതൊക്കെയാണ് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ്? മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ. എന്നാൽ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിന്റെ ജീൻസ് ക്രോമസോംസിലാണ് കാണുന്നത്. ഈ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ ഈ പ്ലാസ്മ ജീൻസ് ഒരു ഓർഗാനിസത്തിന് സർവൈവലിന് വേണ്ടി അത്ര എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഈ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിലുള്ള ജെനറ്റിക് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന്റെ എസെൻഷ്യൽ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ജീൻസുകളാണ്. ലൈക്ക് നമ്മൾ ക്രോമസോമൽ അബറേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് നോൺ മെന്റേലിയൻ ആണ്. മെന്റേലിയൻ അതായത് ഒരു മെയിൽ പാരന്റിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, ഫീമെയിൽ പാരന്റിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഒരു സിംഗിൾ പാരന്റിൽ തന്നെയാണ് ഇത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് മെയിൻലി നമുക്ക് മോസ്റ്റ്ലി മെന്റേലിയൻ നമുക്ക് പറയാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് യൂണി പാരന്റലാണ്. ഓക്കെ, മെയിൻലി പെറ്റേണലാണ്. ഫാദറിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പെറ്റേണൽ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. ഇവിടെ ഇൻഹെറിറ്റൻസ് ബൈപാരന്റലാണ്. ഈക്വൽ മെറ്റേണൽ പെറ്റേണൽ കോൺട്രിബ്യൂഷൻ ഉണ്ട് ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൽ. സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിൽ ഈ റെസിപ്രോക്കൽ ക്രോസിയിൽ ഡിഫറെന്റ് റിസൾട്ട് ആൻഡ് റേഷ്യോസ്. എന്നാൽ റെസിപ്രോക്കൽ ക്രോസ് മറ്റേതിനകത്ത് ഐഡന്റിക്കൽ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും എല്ലാ കേസിലും അത് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിൽ അലീലിക് സെഗ്രിഗേഷൻ ആബ്സെന്റ് ആണ് ഫ്രം F2 ജനറേഷൻ ഓൺവേർഡ്സ്. ഓക്കെ, പക്ഷേ ക്രോമസോമൽ സെഗ്രിഗേഷനിലോ F2 ജനറേഷൻ തൊട്ടിട്ട് ഈ അലീൽ സെഗ്രിഗേഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സൊമാറ്റിക് സെഗ്രിഗേഷൻ ഓഫ് അലീൽസ് ഇസ് വെരി റെയർ ഡ്യൂറിങ് മൈറ്റോസിസ്. മൈറ്റോസിസ് വളരെ റെയർ ആയിരിക്കും സൊമാറ്റിക് സെഗ്രിഗേഷൻ. പക്ഷേ സൊമാറ്റിക് സെഗ്രിഗേഷൻ നമുക്ക് മൈറ്റോസിസിൽ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് കാണാൻ പറ്റും. ഈ മെറ്റേണൽ ഇഫക്റ്റ് പെർസിസ്റ്റന്റ് ആണ്, കണ്ടിന്യൂസ് നമുക്കത് കാണാൻ പറ്റും. ഇവിടെ മെറ്റേണൽ ഇഫക്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാകത്തില്ല. രണ്ടിൻ്റെയും ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് കാണുന്നത്.
ഇനി സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിന്റെ രണ്ട് ജനറ്റിക് ഓർഗൻസ് ആണ് മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റും. എന്താണ് മൈറ്റോകോൺഡ്രിയയുടെ റോള്? ഫസ്റ്റ് ഇത് യൂഫ്രസി ആൻഡ് ടീമാണ് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത്. ആക്ച്വലി ഇത് പെപ്റ്റൈഡ് മ്യൂട്ടൻസ് ഈസ്റ്റ് മൈറ്റോകോൺഡ്രി വഴി ഉണ്ടാകുന്ന ഒരു മൈറ്റോകോൺഡ്രിയുടെ DNA പോയിട്ടുണ്ടാകുന്ന മിസ്സാവുമ്പോഴത്തേക്കും അങ്ങനെ ഉണ്ടാകുന്ന കോളനീസ് ആണ് പെപ്റ്റൈഡ് ഈസ്റ്റ്. ചെറിയ കോളനീസ് ആയിരിക്കും. ഓക്കെ, അതിലാണ് ആദ്യം ഇത് കണ്ടുപിടിച്ചത്. ഈ മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് പറയുന്നത് ആക്ച്വലി അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ജനറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ടാവും. ഓൾ ടൈപ്സ് ഓഫ് RNAs, mRNA, tRNA, റൈബോസോംസ് ഉണ്ടാവും. ചില എൻസൈംസ്, പ്രോട്ടീൻ, ഫാക്ടർ മെഷീനറി ഒക്കെ ഉണ്ടാവും. ഓക്കെ, ജനറ്റിക് കോഡൊക്കെ ഉണ്ട്. ഓക്കെ, and mitochondrial DNA codes from mRNA, protein, multiple series of tRNA. Okay. ഇനി നിങ്ങൾ ജനറ്റിക് കോഡ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സൽ ജനറ്റിക് കോഡ്. അത് ക്രോമസോമലിന്റെ ഇപ്പൊ UGA എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സ്റ്റോപ്പ് കോഡ് എന്നാണ്. പക്ഷെ മൈറ്റോകോൺഡ്രിയയുടെ ഹ്യൂമൻ മൈറ്റോകോൺഡ്രിയ ജനറ്റിക് കോഡിൽ അത് ട്രിപ്റ്റോഫാന് കോഡ് ചെയ്യും. AUA എന്ന് പറയുന്നത് ആക്ച്വലി ഐസോലൂസിൻ അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നതാണ് നോർമൽ ക്രോമസോമൽ ജനറ്റിക് ഇതിനകത്ത്. പക്ഷെ മൈറ്റോകോൺഡ്രിയ ഇറ്റ് കോഡ് ഫോർ മെത്തിയോണൈൻ. AGA എന്ന് പറഞ്ഞ ആർജിന് കോഡ് ചെയ്യുന്നതാണ്. AGGയും ആർജിന് കോഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയയുടെ സ്റ്റോപ്പ് കോഡൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. സോ ക്ലോറോപ്ലാസ്റ്റ് സിസ്റ്റം മൈറ്റോകോൺഡ്രിയ പോലെയാണ്. ഇതും സെമി ഓട്ടോണമസ് ജനറ്റിക് സിസ്റ്റമാണ്. ഇതിന്റെ DNA എന്ന് പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കിൾ ആണ്, കേപ്പബിൾ ഓഫ് അണ്ടർഗോയിങ് ഇൻഡിപെൻഡന്റ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ഓക്കെ, ഇതിന്റെ ഒരു ജനറ്റിക് സിസ്റ്റത്തിൽ 1000 കോപ്പീസ് ഓഫ് DNAs ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് DNAs ഉണ്ട്, റൈബോസോംസ്, RNA ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റ് ജീനോംസ് പ്രോട്ടീൻസ് എല്ലാം അതിനകത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ന്യൂക്ലിയർ ജീനോംസ് സൈറ്റോപ്ലാസത്തിലാണ് ഉണ്ടാവുന്നത്. സോ ഈ രണ്ട് ഓർഗനൽസ് മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ് ഇവല്യൂഷൻ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഒറിജിൻ പറയുന്ന ഒരു തിയറിയാണ് എൻഡോസിംബിയോട്ടിക് തിയറി. ഓക്കെ, റിച്ചാർഡ് ആൽബൺ 1980 ഈ തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. ലേറ്റർ കുറെ സയന്റിസ്റ്റ് അത് ഇലാബറേറ്റ് ചെയ്തു. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റും ഫസ്റ്റ് ഇവോൾവ് ചെയ്യുന്നത് ഒരു ഫ്രീ ലിവിങ് പ്രൊക്കാരിയോട്ടിക് ലൈക്ക് ബാക്ടീരിയയിൽ നിന്നാണ് അത് ഉണ്ടായത്. ഓക്കെ, ആൻഡ് ഇതെന്ത് ചെയ്യുന്നത് ഒരു പ്രിമിറ്റീവ് യൂക്കാരിയോട്സിലേക്ക് അതിന് ഇൻവേർട്ട് ചെയ്തു. ഇവൻച്വലി ഇവോൾവ് ഇൻ ടു പെർമനന്റ് എൻഡോസിംബിയോട്ട് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ ഹോസ്റ്റിൽ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഇപ്പം സെല്ലിന് വേണ്ട കുറച്ചുകൂടെ എനർജി മൈറ്റോകോൺഡ്രിയ കൊടുക്കാൻ തുടങ്ങി. അത് തിരിച്ചുള്ള മറ്റ് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും സിംബിയോട്ടിക് റിലേഷൻഷിപ്പിൽ അവർ വന്നു. പിന്നെ ഇവോൾവ് ആയപ്പോഴത്തേക്ക് ഓർഗാനിസംസ് സ്വന്തമായിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ഹോസ്റ്റിൽ. സോ ഇവല്യൂഷൻ സമയത്ത് അത് സ്വന്തമായിട്ട് അതൊരു ഓർഗനിലായിട്ട് ഇവോൾവ് ആയി. അപ്പം ഇതിന് 3 മേജർ ഇവന്റ്സ് ഉണ്ടായെന്നാണ് വിശ്വസിക്കുന്നത്. കുറെ മെനി ജീൻസുകൾ നഷ്ടപ്പെട്ടു ഇൻവേഡറുടെ. ഓക്കെ, ട്രാൻസ്ഫർ സം ഓഫ് ഇറ്റ്സ് ജീൻസ് ടു ദ ന്യൂക്ലിയർ ജീനോം ടു ദ ഹോസ്റ്റ് ആൻഡ് റിട്ടൻഷൻ ഓഫ് സ്റ്റിൽ അതർ ജീൻസ് വിതിൻ ദ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ്. ഓക്കെ, അപ്പം ഇൻവേർട്ട് ചെയ്ത ആ ബാക്ടീരിയയുടെ കുറെ ജീൻസ് നഷ്ടപ്പെട്ടു പോയി. ചില ജീൻസൊക്കെ അവർ ന്യൂക്ലിയർ ഹോസ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. ചില പഴയ ജീൻസുകളൊക്കെ സൈറ്റോപ്ലാസ്റ്റിൽ വന്നു. അങ്ങനെയാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിന്റെ കുറെ തിയറീസുകളുണ്ട്. ചില എക്സാമ്പിൾസ് ഉണ്ട്. ലൈക്ക് വേരിയേഷൻസ് ഇൻ 4 o'clock പ്ലാൻ, മൈറ്റോകോൺഡ്രിയൽ മ്യൂട്ടേഷൻ ഈസ്റ്റ്, മെറ്റേണൽ ഇഫക്റ്റ്, കാപ്പ പാർട്ടിക്കിൾസ് ഇൻ പാരമീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നായിട്ട് വി വിൽ ഡിസ്കസ്.